ഇപ്പോൾ വൈക്കം വിഷൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കാരണം ഗവർണർമാരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു രീതി വരുന്നു. അതൊരു ഫെഡറൽ സംവിധാനത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു നീക്കം വരും. അതിപ്പോൾ ഗവർണർ കാര്യം അന്വേഷിച്ചു, മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും ഒരു സ്റ്റേറ്റിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഗവർണർ ഏതെങ്കിലും കുഴപ്പം ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എത്ര ഭീകരമായ സാഹചര്യങ്ങളാണ് നിൽക്കുന്നത്. ചുമ്മാ അടക്കുന്നവനെ തല്ലി കൊല്ലുന്നു, പശു ഇറച്ചി കഴിച്ചു എന്ന് പറയും, ദളിതനെ ചുട്ടുകൊല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നം ആ രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെടുന്നത് കാണുന്നില്ല. അവിടുത്തെ ഗവർണർ അതിന് ആ രീതിയിൽ ബന്ധപ്പെടുന്നത് കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഇതിങ്ങനെ ഒരു പ്രത്യേകത എടുക്കേണ്ട കാര്യം എന്താണ്? വളരെ വ്യക്തമായും തന്നെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട്. അത് പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പോവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഒരു കൊലപാതകം നടത്തി 24 മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതിനു മുമ്പ് കുറേയേറെ വീടുകൾ തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ടു. ചുമട്ടുതൊഴിലാളിയുടെ സംസ്ഥാന നേതാവ് കാട്ടാക്കട ശശിയുടെ വീട് ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ഹരി ചാലയിലെ പാർട്ടി സെക്രട്ടറി സുന്ദർ, ഇവരൊക്കെ എന്താണ് പ്രകോപനം ഉണ്ടാക്കിയത്? ഒരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നതല്ല. അങ്ങനെ നിരന്തരമായ ആക്രമണം വന്നു. ഈ BJPയുടെ ഓഫീസിൽ കയറിയത് ശരിയല്ല എന്ന കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. പക്ഷേ BJPയുടെ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് കയറിയ ആളിൻ്റെ വീട്ടിൽ കയറി അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആക്രമിച്ച് അതിൻ്റെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് തൻ്റെ 2 കുട്ടികളുടെ മുഖം അത് തെറിച്ച് രക്തം ഒഴുകുന്നതാണ് ആ മനുഷ്യൻ കാണുന്നത്. ഭാര്യയും അമ്മയും ഒക്കെയുള്ള ആ വീട്ടിൽ നിലവിളിയാണ് ഉണ്ടാകുന്നത്. ഇതിൽ അപ്പോൾ ഇറങ്ങിപ്പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ വികാരത്തിന് പാടില്ല എന്ന് കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് കാണുന്നു. പക്ഷെ ഉണ്ടായ ഒരു സംഭവം അതാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ എന്ന് CPM അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. പക്ഷേ ഈ ബംഗാളിലൊക്കെ ഒരു ഉദാഹരണമുണ്ട്. ഈ ബംഗാളിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഗവർണർ മമതാ ബാനർജിയെ വിളിച്ചു വരുത്തി. പക്ഷേ പോവേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. അത്തരമൊരു തീരുമാനം പിണറായി എടുക്കാമായിരുന്നു. അല്ല, നമ്മളിപ്പോൾ ഒരു കൺഫ്രണ്ടേഷൻ അല്ല അവിടെ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. ആ ഒരു സമീപനമാണ് എടുത്തത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് CM കടക്കുപുറത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനൊരു ഗ്രാമീണ ഭാഷാ പ്രയോഗം മാത്രമായിട്ടാണ് കാനൻ രാജൻ പറഞ്ഞിരിക്കുന്നത്. ഈ പരിഹാസത്തെ എങ്ങനെ കാണുന്നു? പരിഹാസമോ എന്താ CM എന്താ അങ്ങനെ പറഞ്ഞ എന്തൊന്നും എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു വിവരമില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ടും മറ്റ് വേറെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ ആക്രമിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല. അവിടെ ഒരു ചർച്ച നടത്താൻ പോവുകയാണ്. ആ ചർച്ചയുടെ ഇടയിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ മറ്റ് ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രയാസം അതുണ്ടാകരുതെന്നുള്ളൊരു നല്ല ഉദ്ദേശമായിരിക്കും മനസ്സിലുണ്ടാകുക. കാരണം അത് പൂർണ്ണമായ വിജയത്തിലെത്തിക്കണം. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ വരാവുന്ന അതിന് എന്താ വാക്കുപയോഗിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും സംസ്ഥാനത്ത് ഇത്രയും വലിയ സംഘർഷം നടക്കുമ്പോൾ 2 പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും കാണുന്ന ശരിക്കും സംഘർഷം കുറയ്ക്കില്ലേ? അല്ല, അത് നിങ്ങൾ പറയുന്നതിന് വ്യത്യസ്തമാണ്. കാരണം ഈ 2 പാർട്ടി നേതാക്കളും 2 അറ്റത്തിൽ നിൽക്കുന്നവരാണ് അവിടെ പോയി നിൽക്കുന്നത്. അവർ വന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ അവർ വന്ന് ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ നീങ്ങാവുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ സത്യമായിട്ടും നിങ്ങളത് പകർത്തിയ ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ഉണ്ടാകാത്ത ഒരു സന്ദർഭത്തിലാണ്, അത് ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിനൊരു ക്ഷീണം വരരുതെന്നുള്ളതാണ് ഉദ്ദേശം. അല്ല, ഞങ്ങൾ ചോദിക്കാൻ നേരം എന്താണ്, ഇപ്പോൾ സഖാവിൻ്റെ ഏതാണ്ട് അതേ നാട്ടിൽ തന്നെയാണ് കാണാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഈ ഗ്രാമീണ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടൊക്കെ തന്നെ ഒരേ ഗ്രാമങ്ങളിലൊക്കെ പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് ചോദിച്ചാൽ അങ്ങനെ ഗ്രാമീണ ഭാഷ ഉണ്ട്.
എന്ത് കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നത് ഒരു അത് ഗ്രാമീണ ഭാഷയിൽ പറയുന്നത് അതിപ്പോൾ നാട്ടുകാരായോണ്ട് ചോദിച്ചാൽ അല്ല, അത് കൃത്യമായിട്ട് ഞാനീ പറഞ്ഞ ഒരു ഉദ്ദേശം അതിനകത്തുള്ളത് അത് ആ അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. അതാണ് ഗാനമാണെങ്കിലും ഉദ്ദേശിച്ചുള്ളൂ. അതിനപ്പുറം ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങളെ മക്കാനോ കുറിക്കാനോ ഒന്നും അതിന് ഉദ്ദേശമില്ല. പണ്ട് എം മണി പറഞ്ഞതിനുള്ള പണ്ട് എം മണിയുടേതായിട്ടുള്ള ഒരു ഗ്രാമീണ പ്രയോഗം എന്നുള്ള രീതിയിൽ പറഞ്ഞതിനുള്ള വീണ്ടും ഒരു തിരിച്ചടിക്കുന്ന രീതിയിലാണ് കേട്ടിരിക്കുന്നവർക്കൊക്കെ തോന്നിയത്. ഇപ്പം എം മണി ഇപ്പം ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അതെ, മണി കൃത്യമായി തന്നെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് തന്നെ അയാൾ വളർന്നു വന്നതാണ്. വേറെ വലിയ പ്രത്യേകതയൊന്നുമില്ല, ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. ആര് ഇല്ല, അല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പറയുന്നതിൽ ഒരർത്ഥമില്ലാതെ ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ രംഗത്ത് ഇന്നും ഇപ്പോൾ കോട്ടയത്ത് CIT ഓഫീസ് ആക്രമിച്ചു. അപ്പോൾ ഒരു വിഷയമാണ്, അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു വിഷയം. കോട്ടയത്ത് അത് ഉണ്ടാക്കേണ്ട ഒരു കാര്യമുള്ളതല്ല. അവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാരും ഇന്നലെ ഹർത്താലിന് അവരുടെ ഇടയിൽ വരുന്നില്ല, അവരെ നേരിടുന്നില്ല. അതിൻ്റെ ഇടയിൽ അവർ ഇറങ്ങി പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തിൽ തെറ്റായ രീതിയിൽ തന്നെ അവിടെ ഒരു ആഫീസ് ആക്രമിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് ആ തടയുന്ന രീതിയെ മാധ്യമം അതിന് പകർത്താൻ ശ്രമിച്ചു. മാധ്യമക്കാരെ ആക്രമിച്ചപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. ആ പോലീസിനെ അവർ തല്ലി. അവിടെ ഒരു ആഫീസെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 65-ൽ ഞാനൊക്കെയാണ് ആ ആഫീസിലാണ് വരുന്നത്. കാരണം ഞങ്ങളുടെ പാർട്ടി ഉണ്ടാകുമ്പോൾ അത് ആ ഒരു ആഫീസേ ഉള്ളവിടെ. ആ ഓഫീസാണ് ഇപ്പം കയറി ആക്രമിച്ച്. അതിനകത്തൊരാളില്ല. ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രകോപനം സൃഷ്ടിക്കാവുന്ന തോന്നി. ഈ ആഫീസിന് എന്താ പ്രകോപനം എന്ന് എനിക്കറിയില്ല. നമുക്കൊരു സംശയം തോന്നുന്നത്, ഓരോ തവണ കേരളത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഉടൻ തന്നെ കേന്ദ്രം ഇടപെടണം എന്ന് കുമ്മനം ആവശ്യപ്പെടുന്നു, BJP നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്നു. അത്തരത്തിലൊരു കേന്ദ്ര ഇടപെടലിന് വഴിയൊരുക്കുന്ന രീതിയിലുള്ള ഒരു കെണി ഒരുക്കുന്നുണ്ടോ BJP? അവർ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ. ഇന്നലെ ഒരു ചാനൽ ചർച്ച ചെയ്യാൻ കണ്ടല്ലോ. ഇതിപ്പോൾ ഗവർണർ വിളിപ്പിക്കുക മാത്രമല്ല, അതിനപ്പുറവും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഒരു ഗോപാലകൃഷ്ണൻ. അങ്ങനെ പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അവർ പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പലരെയും വിലക്കെടുക്കുന്നു. ഇപ്പോൾ തന്നെ ഗുജറാത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, അവിടെയും അവർ മനുഷ്യരെ ഇറച്ചി വിലക്കെടുക്കുക. അപ്പോൾ ആ ഒരു സമീപനമുള്ളവർ ഇവിടെ ഈ രീതിയിലുള്ള ഒരു നീക്കത്തിന് തയ്യാറെടുക്കും. കേരളം ഇത്തരം കാര്യങ്ങളും എല്ലാം വൈക്കം വിശ്വൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.